എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരുന്നില്ല, എത്ര കെയർ ചെയ്തിട്ടും ഹെയർ ഫോൾ കൺട്രോൾ ആവുന്നില്ല, ഏതൊക്കെ ഹെയർ ഓയിലുകൾ മാറി മാറി യൂസ് ചെയ്തിട്ടും ഒരുപാട് ഹെയർ പാക്കുകൾ യൂസ് ചെയ്തിട്ടും മുടി ഇപ്പോഴും ഭയങ്കര ഫ്രിസി ആയിട്ട് ഡാമേജ്ഡ് ആയിട്ട് സ്പ്ലിറ്റൻ്റ് ഒക്കെ വന്നിങ്ങനെ പൊട്ടി പൊട്ടി പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മുടി എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെ എന്തൊക്കെ ചെയ്താലും അതൊക്കെ ആന മണ്ടത്തരായിരിക്കും. അപ്പൊ മുടിയുടെ കാര്യം പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, നമുക്കതൊരു സീരിയസ് ആയിട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഭയങ്കര ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 10 മണ്ടത്തരങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ കാര്യം, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 50-60 മുടിയൊക്കെ കൊഴിയുന്നുണ്ടെങ്കിൽ അത് ഹെയർ ഫോൾ അല്ല, അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു സൈക്കിൾ പോലെയാണ്. അതായത് നമുക്ക് മുടി വളരും, അത് കുറച്ചു കാലം നമ്മളുടെ തലയിലിരിക്കും, എന്നിട്ട് അത് താനേ കൊഴിഞ്ഞു പോകും. ആ കൊഴിഞ്ഞു പോയ സ്ഥലത്ത് വീണ്ടും മുടി വളരും, കുറച്ചു കാലം കഴിയുമ്പോൾ അത് താനേ കൊഴിഞ്ഞു പോകും. ഇതൊരു സൈക്കിൾ പോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം 50 മുതൽ 100 മുടി വരെ കൊഴിയുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട, അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത്, നിങ്ങൾക്ക് മുടി കൊഴിയുന്നുണ്ടെങ്കിൽ അത് മുടി കൊഴിച്ചിലാണോ അല്ലെങ്കിൽ ഹെയർ ബ്രേക്കേജ് ആണോ എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് കൊഴിഞ്ഞു പോയ മുടി എടുത്തിട്ട് നോക്കി കഴിഞ്ഞാൽ അതിന്റെ തറ്റത്തായിട്ട് ഒരു വൈറ്റ് കളർ ബോൾ പോലെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് നമ്മളുടെ തലോട്ടിന്ന് കൊഴിഞ്ഞു പോയിട്ടുള്ള മുടിയാണ്. അപ്പൊ നമുക്ക് ഹെയർ ഫോൾ ആണുള്ളത്. ഇനി അതുപോലെ ഒരു വൈറ്റ് കളർ ഡോട്ട് ഇല്ല, അതുപോലെ കൊഴിഞ്ഞു പോയ മുടിയൊന്നും നമ്മുടെ ഹെയർ ലെങ്ത്തിന്റെ അത്ര നീളല്ല, കുഞ്ഞു കുഞ്ഞു മുടികളാണ് കൊഴിഞ്ഞു പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ബ്രേക്കേജ് ആണുള്ളത്. അപ്പൊ അത് രണ്ടും എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഹെയർ ഫോൾ ആണെന്നുണ്ടെങ്കിൽ, അതായത് മുടി വേരോടെ കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ അത് ഇന്റേണൽ പ്രോബ്ലം ആണ്. നമ്മളുടെ ഹെയറിന്റെ ഫോളിക്കിൾസ് വീക്ക് ആയിരിക്കും, ഹെയറിന്റെ റൂട്ട് വീക്ക് ആയിരിക്കും, അതുകൊണ്ടൊക്കെയാണ് നമുക്ക് മുടി അങ്ങനെ വേരോടെ കൊഴിഞ്ഞു പോവുക. അപ്പൊ നമ്മൾ ഇന്റേണൽ കെയർ ആണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കുക. ഇപ്പൊ മുട്ട കഴിക്കുക, പാല് കഴിക്കുക, പച്ചക്കറികൾ കഴിക്കുക, അതുപോലെ തന്നെ ഇലക്കറികൾ കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഹെയർ ഫോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഇനിയിപ്പം ഹെയർ ബ്രേക്കേജ് ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ മുടിയുടെ ലെങ്ത് നിന്ന് മുടി ഇങ്ങനെ പൊട്ടി പൊട്ടി പോവുകയാണെങ്കിൽ സ്കാൽപ്പിനെ എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഹെയറിനെയാണ്. അതായത് നമ്മുടെ ഹെയർ വീക്കായിട്ട് ഡാമേജ്ഡ് ആയിട്ട് ഭയങ്കര ഫ്രിസി ആയിട്ടൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഹെയറിന്റെ ലെങ്ത് നിന്ന് മുടി പൊട്ടി പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുടിയുടെ തറ്റം ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. ആ സ്പ്ലിറ്റൻ്റ് ഒക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് മുടിയുടെ തറ്റം ട്രിം ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഹെയർ പാക്കുകൾ യൂസ് ചെയ്യുക. ഭയങ്കര എന്താ പറയാ, മുടിനെ ഡ്രൈ ആക്കുന്ന തരത്തിലുള്ള ഒരു ഹെയർ പാക്കും യൂസ് ചെയ്യരുത്. ഹെയറിന് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുന്ന ഹെയർ പാക്കുകൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഷാംപൂ ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യുക, ഹെയർ സിറം യൂസ് ചെയ്യുക. പിന്നെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ മുടി അഴിച്ചിടാണ്ട് മുടി കെട്ടി വെക്കുക. ഹീറ്റ്, അതുപോലെ തന്നെ നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യൂലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക. രാത്രി കിടക്കുമ്പോൾ മുടി നന്നായിട്ട് കെട്ടി വെച്ചിട്ട് കിടക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഹെയർ ബ്രേക്കേജും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഞാനടക്കം കുറേ പേര് ചെയ്തിട്ടുള്ള ഒരു ആന മണ്ടത്തരായിരിക്കും ഹെയർ ഫോൾ ഉള്ള സമയത്ത് കുറേ ഓയിൽ വെക്കാന്നുള്ളത്. അതായത് നമ്മൾ എന്താ വിചാരിക്കുക, എനിക്ക് നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട്, അപ്പൊ ഞാൻ കുറേ എണ്ണയൊക്കെ വെച്ചാൽ എൻ്റെ ഹെയർ ഫോൾ ഒക്കെ കൺട്രോൾ ആവും, അതുപോലെ തന്നെ മുടിയൊക്കെ നന്നായിട്ട് വളർന്ന് കിട്ടുമെന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യാനേ പാടില്ല കേട്ടോ. നമുക്ക് ഹെയർ ഫോൾ ഉള്ള സമയത്ത് നമ്മൾ കൂടുതൽ എണ്ണ തലയിൽ വെക്കാൻ പാടില്ല. ആവശ്യത്തിന് മാത്രം കുറച്ച് എണ്ണ, അതായത് നമ്മുടെ സ്കാൽപ്പൊക്കെ ഒന്ന് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള അത്രമാത്രം ഓയിൽ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ട് ഷാംപൂ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. ഒരിക്കലും ആ ഒരു എണ്ണ നമ്മുടെ തലയിൽ വിട്ടേക്കാൻ പാടില്ല. വേണമെങ്കിൽ നമുക്കൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എണ്ണ വെച്ചിട്ട് 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഷാംപൂ വെച്ചിട്ട് വാഷ് ചെയ്യാം. ഇപ്പൊ നമ്മൾ കൂടുതൽ എണ്ണ തലയിൽ വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ ഒരു 2-3 തവണയൊക്കെ നമ്മൾ ഷാംപൂ ഇടേണ്ടി വരും. അതന്നെ നമ്മുടെ ഹെയറിനെ ഡാമേജ് ആക്കും. ഇപ്പൊ അങ്ങനെ ചെയ്യാണ്ട് നമ്മൾ ഒറ്റ തവണ മാത്രമാണ് ഷാംപൂ ഇട്ടെന്ന് വെച്ചാൽ നമ്മുടെ തലയിലത്തെ എണ്ണ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആവൂല. അപ്പൊ പിന്നെ ആ ഒരു എണ്ണയിലേക്ക് പൊടിയും അഴുക്കും ഒക്കെ വന്ന് ഇങ്ങനെ പറ്റി പിടിച്ച് നമുക്ക് പെട്ടെന്ന് ഡാൻഡ്രഫ് ഒക്കെ വരും. പിന്നെ കൊഴിഞ്ഞു പോയ മുടിയുടെ ഹോൾസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ക്ലോസ് ആയി പോകും. അപ്പൊ പിന്നെ നമുക്ക് ഒട്ടും മുടി വളരാണ്ടാവും. അതുപോലെ തന്നെ നന്നായിട്ട് ഡാൻഡ്രഫ് ഒക്കെ വന്നിട്ട് നന്നായിട്ട് മുടി കൊഴിച്ചിലും തുടങ്ങും. അപ്പൊ അത് ഏറ്റവും വലിയൊരു മണ്ടത്തരാണ്, അങ്ങനെ ചെയ്യാനേ പാടില്ല.
പിന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് നന്നായിട്ട് മുടി കൊഴിച്ചിലുള്ള സമയത്ത് കുറേ സമയം സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്കാൽപ്പ് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും, അങ്ങനെ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ മാറും. പിന്നെ എന്താ പറയുക, മുടി നന്നായിട്ട് വളർന്ന് കിട്ടും. അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ ശരിക്കും നടക്കുന്ന സംഭവം എന്താണെന്നറിയോ? നമ്മളുടെ മുടി കൊഴിയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ സ്കാൽപ്പ് വീക്കായിട്ട്, അതുപോലെ തന്നെ ഹെയർ ഫോളിക്കിൾസ് വീക്കായിട്ടും ഒക്കെയാണ് നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ മസാജ് ചെയ്യുകയാണെങ്കിൽ, ഭയങ്കര ഒരു മസാജിങ് ടൂളൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മസാജ് കൊടുക്കുകയാണെങ്കിൽ വീക്കായിരിക്കുന്ന ഹെയർ ഫുള്ളായിട്ട് കൊഴിയാൻ തുടങ്ങും. അപ്പൊ നമുക്ക് കൂടുതലായിട്ടുള്ള ഹെയർ ഫോൾ ആണ് ഉണ്ടാവുക. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഹെയർ ഫോൾ ഉള്ള സമയത്ത് കൂടുതൽ മസാജ് ചെയ്യാൻ പാടില്ല. ചെറിയ മസാജ് ഒക്കെ കൊടുക്കുക കേട്ടോ. എണ്ണയൊക്കെ വെച്ചിട്ട് ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ചെറുതായിട്ട് മസാജ് കൊടുക്കുക. അതും 2 മിനിറ്റ് മാത്രം കേട്ടോ. കൂടുതൽ സമയം മസാജ് ചെയ്യാൻ പാടില്ല. ഒരു തരത്തിലുള്ള മസാജിങ് ടൂൾസും യൂസ് ചെയ്യാനും പാടില്ല. ഇപ്പൊ നമുക്ക് ഹെയർ ഫോൾ ഒക്കെ കൺട്രോൾ ആയി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മസാജ് ഒക്കെ കൊടുക്കാം. ഹെയർ ഫോൾ ഉള്ള സമയത്ത് ഒരിക്കലും കൂടുതൽ മസാജ് ചെയ്യാൻ പാടില്ല. പിന്നെ അടുത്ത കാര്യമാണ്, നമ്മൾ നനഞ്ഞിട്ടുള്ള മുടി ഒരിക്കലും കെട്ടിവെക്കാൻ പാടില്ല, ചീകാൻ പാടില്ല, അത് സ്റ്റൈൽ ചെയ്യാൻ പാടില്ല, അത് വെച്ചിട്ട് ഉറങ്ങാനും പാടില്ല. നമ്മൾ നനഞ്ഞ മുടി ഭയങ്കര വീക്കായിരിക്കും. അപ്പൊ അത് നമ്മൾ കോംബ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മുടി പൊട്ടിപ്പോകും. അതുപോലെ തന്നെ അത് നമ്മൾ കെട്ടിവെക്കുകയാണെങ്കിൽ ആ ഒരു ഈർപ്പം നമ്മളുടെ തലയിൽ നിന്നിട്ട് പെട്ടെന്ന് ഡാൻഡ്രഫ് വരും. അതുപോലെ തന്നെ മുടിക്കായ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് വരും. അപ്പൊ ഈ ഒരു മുടിക്കായ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടി ഇങ്ങനെ ലെങ്ത്ന്ന് പൊട്ടി പോവും. ഡാൻഡ്രഫ് വന്നാൽ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, മുടി നന്നായിട്ട് കൊഴിയാനും തുടങ്ങും. അതുകൊണ്ട് നനഞ്ഞ മുടി നമ്മൾ എപ്പോഴും നന്നായിട്ട് അഴിച്ചിട്ടിട്ട് ഉണക്കുക. പിന്നെ ചെയ്യുന്ന ഒരു മണ്ടത്തരാണ് നമ്മൾ പെട്ടെന്ന് പ്രോഡക്റ്റുകൾ മാറ്റി യൂസ് ചെയ്യാന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഓയിൽ യൂസ് ചെയ്ത് അതിപ്പോൾ ഒരാഴ്ച യൂസ് ചെയ്ത്, പക്ഷെ എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല, വലിയ ചേഞ്ച് ഒന്നും ഇല്ല, നല്ല റിസൾട്ട് ഒന്നും തരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ഓയിൽ ചേഞ്ച് ചെയ്തിട്ട് വേറൊരു ഓയിലിലേക്ക് മാറി. അതും ഒരാഴ്ച യൂസ് ചെയ്ത്, പക്ഷെ എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും കാണുന്നില്ല, അപ്പൊ ഞാൻ വേറൊരു ഓയിലിലേക്ക് മാറി. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് 3 മാസം യൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് യാതൊരു ഡിഫറൻസും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം അത് ചേഞ്ച് ചെയ്തിട്ട് വേറൊരു ഓയിലിലേക്ക് മാറുക. നിങ്ങൾ ഹെയർ പാക്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വലിയ ഡിഫറൻസ് ഒന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ വേറൊരു ഹെയർ പാക്ക് യൂസ് ചെയ്ത് അതിലും വലിയ ഡിഫറൻസ് ഒന്നുമില്ല, അപ്പൊ നിങ്ങൾ വേറെ ഹെയർ പാക്ക് യൂസ് ചെയ്ത്, അപ്പൊ നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹെയറും സ്കാൽപ്പും ഒക്കെ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള ഹെയർ പ്രോബ്ലംസ് ഉണ്ടാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും, ഓയിൽ ആണെങ്കിലും 3 മാസത്തേക്ക്, ഹെയർ പാക്കോ ഹോം റെമഡീസോ ഒക്കെ ആണെങ്കിൽ 2 മാസം കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് മാത്രം അടുത്തൊരു പ്രോഡക്റ്റിലേക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഈ ഒരു ഹെയർ ഫോളിന്റെ ഒരു കാരണമാണ് കേട്ടോ. അതായത് നമുക്ക് എന്തെങ്കിലും ടെൻഷനോ എന്തെങ്കിലും സ്ട്രെസ്സോ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മുടി കൊഴിയാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ട്, പെട്ടെന്ന് ഒരു കാരണവും ഇല്ലാണ്ട് പെട്ടെന്ന് നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിപ്രഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് നന്നായിട്ട് മുടി കൊഴിയും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് ആരോടെങ്കിലും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ അത് കുറയുന്നാണല്ലോ പറയുക. അതുപോലെ ഷെയർ ചെയ്യുക. ഇപ്പൊ ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നിങ്ങളത് മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ പെരിപ്പിക്കാൻ നിൽക്കരുത്. ഇപ്പൊ ലൈഫിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മൾ അതൊക്കെ ഇങ്ങനെ മാറ്റി വെക്കുക. എന്നിട്ട് ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ചിന്തിക്കുക. അതായത് ഭാവിയിൽ നമുക്ക് നമ്മളുടെ ലൈഫ് എങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റും, അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. നമ്മുടെ മെന്റൽ ഹെൽത്ത് എപ്പോഴും നല്ല പോസിറ്റീവായിട്ട് വെക്കാം. ഇനി അടുത്തത്, നിങ്ങൾക്ക് 6 മാസത്തിൽ കൂടുതലായിട്ട് ഹെയർ ഫോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക കേട്ടോ. അതായത് 6 മാസത്തിൽ കൂടുതൽ മുടി കൊഴിയാന്ന് പറഞ്ഞാൽ നന്നായിട്ട് നമ്മളുടെ സ്കാൽപ്പ് ഒക്കെ വിസിബിൾ ആവാൻ തുടങ്ങും. അതുപോലെ തന്നെ എന്താ പറയുക, ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ ഹെയർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുക, ഹെയർ പാക്കുകളും ഹെയർ കെയറും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഓയിലൊക്കെ യൂസ് ചെയ്ത് വെറുതെ സമയം കളയരുത്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അപ്പൊ ഡോക്ടർ എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ എഴുതി തരും. അപ്പൊ അത് ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തിന്റെയൊക്കെ കുറവുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ടാബ്ലറ്റ്സ് ഡോക്ടർ തന്നെ തരും. അപ്പൊ എന്തായാലും അതുപോലത്തെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത്രയും ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ ഒരിക്കലും ഹോം റെമഡീസ് ചെയ്താലോ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്താലോ എന്ത് ഹെയർ കെയർ ചെയ്താലും അത് മാറാൻ പോകുന്നില്ല. ഫസ്റ്റ് ആയിട്ടും ഡോക്ടറെ കാണിക്കുക തന്നെ വേണം കേട്ടോ.
പിന്നെ അടുത്തത് നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ എന്തെങ്കിലും അത്യാവശ്യം നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡോക്ടറെ ഒന്നും കാണിക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഇലക്കറികൾ, മുട്ട, പാല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുക. കൂടെ റോസ്റ്റ് ചെയ്തിട്ടുള്ള സീഡ്സ് കഴിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഹെയർ ഫോള്, ഒരു ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ എന്ന് തന്നെ പറയാം, അതുണ്ടായിട്ടുള്ളത് ഈ ഒരു ഡെലിവറി കഴിഞ്ഞ സമയത്താണ്. അപ്പൊ ഡെലിവറി കഴിഞ്ഞ സമയത്ത് അത്യാവശ്യം നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ ഡോക്ടറെ കാണിക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കഴിക്കാനോ ഒന്നും പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ റോസ്റ്റ് ചെയ്തിട്ടുള്ള സീഡ്സ് കഴിക്കുക എന്നുള്ളത്. അത് എനിക്കിപ്പോൾ അടുത്ത് 1-2 കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് ഈ റോസ്റ്റ് ചെയ്തിട്ടുള്ള സീഡ്സ് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. എന്തായാലും കഴിക്കുക കേട്ടോ, അത്രയും നല്ലൊരു കാര്യമാണ്. അത് നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു 4-5 സീഡ്സ് ആണ്, ഞാൻ ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സെലക്റ്റീവ് ആയിട്ട് 4-5 ടൈപ്പ് സീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ആ ഒരു സീഡ്സ് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് പാലിലിട്ടിട്ട് കഴിക്കാം, അല്ലെങ്കിൽ പൊടിച്ച് വെച്ചിട്ട് പാലിൽ കലക്കിയിട്ട് കഴിക്കാം, അതല്ലെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡെസേർട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ടോപ്പ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ. ഇനിയിപ്പം നമ്മൾ കടലൊക്കെ കഴിക്കുന്ന പോലെ വെറുതെ നമുക്ക് കുറച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആണ് കേട്ടോ അത്. പിന്നെ അടുത്തൊരു മണ്ടത്തരാണ്, എന്നോട് തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, മുടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെട്ടിക്കളഞ്ഞാൽ അതെങ്ങനെ വളരാനാണെന്ന്. നമ്മൾ മുടി നന്നായിട്ട് വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മുടി വെട്ടിക്കൊടുക്കണം. അതായത് മുടിയുടെ തറ്റം ട്രിം ചെയ്ത് കൊടുക്കണം. നമുക്കിപ്പോൾ സ്പ്ലിറ്റ് എൻഡ് വന്നിട്ടുണ്ടാവും, അതുപോലെ തന്നെ മുടിയുടെ തറ്റം ഭയങ്കര ഫ്രിസി ആയിട്ട് ഡാമേജ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഹെയർ ഒക്കെ നന്നായിട്ട് തറ്റം കട്ട് ചെയ്ത് കൊടുക്കണം. അല്ലാണ്ട് നമ്മളത് കട്ട് ചെയ്യാണ്ട് കൊണ്ട് നടക്കുകയാണെങ്കിൽ അതിങ്ങനെ പൊട്ടി 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 നമ്മളുടെ മുടിയുടെ ലെങ്ത് നന്നായിട്ട് കുറയും, കൂടെ നമ്മളുടെ മുടി ഫുള്ളായിട്ട് ഡാമേജ്ഡ് ആവും. അപ്പം അതിലും നല്ലത് ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ മുടി നമുക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് ഫ്രിസി ആയിട്ട് ചകിരി പോലൊക്കെ ആയിട്ടുണ്ട്, സ്പ്ലിറ്റിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്, ഡാമേജ്ഡ് ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ധൈര്യമായിട്ട് മുടി കൊണ്ടുപോയി കട്ട് ചെയ്യാം. എന്നാലേ നമുക്ക് നല്ല മുടി വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് മുടി വളർത്തണം എന്നുണ്ടെങ്കിൽ 3 മാസം കൂടുമ്പോഴെങ്കിലും മുടിയുടെ തറ്റം നന്നായിട്ട് ട്രിം ചെയ്ത് കൊടുക്കുക. അതായത് കുറേ കയറ്റി വെട്ടണം അല്ല കേട്ടോ പറയുന്നത്, നമ്മളുടെ മുടിയുടെ തറ്റുണ്ടാവുമല്ലോ, തുമ്പ് ഇങ്ങനെ ട്രിം ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങളുടെ ഈ ഒരു ഭാഗത്തൊക്കെ എന്നെ പോലെ ലെയർ കട്ട് ചെയ്തിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് സ്പ്ലിറ്റ് എൻഡ് കാണുകയാണെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് എൻഡ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഹെയർ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പൊ ഇതാ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളുടെ ഹെയർ ഫോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഹെയർ ബ്രേക്കേജ് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഹെയറിനെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.